Hello good people, this is Shankar from Music Production Hub. ഇന്ന് നമ്മൾ നോക്കുന്നത് Antelope ഓഡിയോയുടെ മറ്റൊരു ഓഡിയോ ഇൻ്റർഫേസ് ആണ് Discrete 8. 19-inch 1U റാക്ക് മൗണ്ട് ഇൻ്റർഫേസ് ആണ് Antelope ഓഡിയോയുടെ Discrete 8. Discrete 8ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൺസോൾ ഗ്രേഡ് ഡിസ്ക്രീറ്റ് മൈക്രോഫോൺ പ്രിയാമ്പാണ്. 8 മൈക്രോഫോൺ പ്രിയാംസ് ഇതിലുണ്ട്. ഇതെല്ലാം കൺസോൾ ഗ്രേഡ് ആണ്. ഒരു ഹൈ എൻഡ് കൺസോളിൽ വരുന്ന ക്ലാസ് എ ഡിസ്ക്രീറ്റ് ട്രാൻസിസ്റ്റർ ഡിസൈനാണ് Discrete 8 ഓഡിയോ ഇൻ്റർഫേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ആൻറ്റിലോപ്പിൻ്റെ ലീഡിംഗ് ടെക്നോളജിയായ മൈക്ക് എമുലേഷൻസും പ്രിയാംബ് എമുലേഷൻസും ഈ ഇൻ്റർഫേസിൽ അവൈലബിൾ ആണ്. മറ്റുള്ള കമ്പനികളുടെ ഓഡിയോ ഇൻ്റർഫേസിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു ഹൈബ്രിഡ് ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ബോത്ത് USB 2.0 ആൻഡ് Thunderbolt 2 കണക്ടിവിറ്റി ഈ ഇൻ്റർഫേസിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇൻ്റർഫേസ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇൻ്റർഫേസിൻ്റെ ബോക്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന 2 ആക്സസറികളാണ്. ഒന്ന് USB 2.0 കേബിളും ഒന്ന് പവർ അഡാപ്റ്റർ. അഡാപ്റ്ററിൻ്റെ കൂടെയുള്ള ഈ ആക്സസറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സോക്കറ്റ്സിൽ അഡാപ്റ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 18 വോൾട്ടിൽ 25 വാട്ട്സ് ആണ് അഡാപ്റ്ററിൻ്റെ റേറ്റിംഗ് വരുന്നത്. അഡാപ്റ്റർ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. നെക്സ്റ്റ് നമുക്ക് USB കേബിൾ ഒന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്ന USB കേബിൾ USB 2.0 കേബിളാണ്. ഇതിൻ്റെ കൂടെ വരുന്ന കേബിൾ തന്നെ ഉപയോഗിക്കാനാണ് ആൻറ്റലോപ്പ് നിർദ്ദേശിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള കേബിൾ തന്നെയാണ് കൂടെ കിട്ടുന്നത്. നമുക്ക് ഇതിൽ കൂടുതൽ ലെങ്ത്തുള്ള കേബിൾ ഉപയോഗിച്ചാൽ സിഗ്നൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള Discrete 8നെ നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുള്ള ഇൻ്റർഫേസാണ് Discrete 8. വളരെ തിക്കായിട്ടുള്ളൊരു ഫേസ് പ്ലേറ്റ് ആണ് ആൻറ്റലോപ്പ് ഇതിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ റാക്ക് മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റർഫേസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഫ്രണ്ട് പാനലിൽ നമുക്ക് ആദ്യം വരുന്നത് 2 മൈക്രോഫോൺ ഇൻപുട്ടാണ്. ടോട്ടൽ 8 മൈക്രോഫോൺ ഉണ്ട്. അതിൽ ഫ്രണ്ടിൽ വരുന്ന 2 മൈക്രോഫോൺ ഇൻപുട്ട്സ് ആണ്. നമുക്ക് ഈ 2 പോർട്ട് മൈക്ക്, ലൈന് അല്ലെങ്കിൽ ഹൈസെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ 2 പോർട്ടിൽ നമുക്ക് ഗിറ്റാർസ് ഒരു DI ബോക്സ് ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻറ്റലോപ്പിൻ്റെ അക്യുസോണിക് മൈക്ക് എമുലേഷൻസോട് കൂടിയ പ്രിയാംസ് ആണിത്. വളരെ നല്ലൊരു നോയ്സ് പെർഫോമൻസ് ഉള്ള പ്രിയാംസ് ആണിത്. ഇക്വാലന്റ് ഇൻപുട്ട് നോയ്സ് -128 dBu ആണ്. 121 dB ഡൈനാമിക് റേഞ്ച് ആണ് ഇതിൻ്റെ AD കൺവെർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു സ്പെസിഫിക്കേഷനാണ്. നമ്മുടെ 8 പ്രിയാംസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നോബ്സ് കൊടുത്തിട്ടുണ്ട്. പ്രിയാംസ് എല്ലാം ഡിജിറ്റലി കൺട്രോൾഡ് ആണ്. നമുക്ക് ആൻറ്റലോപ്പിൻ്റെ കൺട്രോൾ പാനൽ ഉപയോഗിച്ചും പ്രിയാംസിൻ്റെ ഗെയിൻ സെറ്റ് ചെയ്യാം. മീറ്ററിങ്ങിനും സിസ്റ്റം സെറ്റിംഗ്സിനും വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൻ്റെ തൊട്ടടുത്തായിട്ട് 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ബട്ടൺ ഹെഡ്ഫോൺ 1 മ്യൂട്ട് ചെയ്യാനായിട്ടും അൺമ്യൂട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് സിസ്റ്റം മെനുവിലേക്ക് എൻ്റർ ചെയ്യാം. USB ഓർ Thunderbolt, ഫാക്ടറി റിസെറ്റ് തുടങ്ങിയവ ഈ മെനുവിൽ അവൈലബിൾ ആണ്. തേർഡ് ബട്ടൺ ഹെഡ്ഫോൺ 2 മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട് ആണ്. നെക്സ്റ്റ് ഉള്ള ബിഗ് നോബ് ഉപയോഗിച്ച് നമുക്ക് മോണിറ്റേഴ്സിൻ്റെ ഔട്ട്, ലൈൻ ഔട്ടിൻ്റെ വോളിയം, അതുപോലെ റിയാംബ് ഔട്ടിൻ്റെ വോളിയം തുടങ്ങിയ എല്ലാം കൺട്രോൾ ചെയ്യാം. തൊട്ടടുത്തായിട്ട് നമുക്ക് ടോക്ക് ബാക്കിൻ്റെ ഒരു പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻ്റർഫേസിൽ ഇൻബിൽറ്റ് ആയിട്ടൊരു ടോക്ക് ബാക്ക് മൈക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് മുകളിലായിട്ട് കാണാം. ടോക്ക് ബാക്ക് മൈക്ക് നമുക്ക് ഹെഡ്ഫോൺസിലേക്കും മോണിറ്റേഴ്സിലേക്കും സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് 2 ഹെഡ്ഫോൺസ് ഉണ്ട് ഈ ഇൻ്റർഫേസിൽ. ഈ 2 ഹെഡ്ഫോൺസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റോട്ടറി കൺട്രോൾസ് ആണ് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത്. മിക്സിംഗ് മാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ഹൈ ഇംപെഡൻസ് ഉള്ള ഹെഡ്ഫോൺസ് നമുക്കിതിൽ കണക്ട് ചെയ്യാം. 16 ohms to 600 ohms ആണ് റെക്കമെൻഡഡ്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് പാനലിൽ വരുന്നത്. നമുക്കിനി റിയർ സൈഡ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഇൻ്റർഫേസിനുണ്ട്. ഇൻ്റർഫേസിൻ്റെ ബിൽഡ് ക്വാളിറ്റി എക്സലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റിയർ പാനലാണ് ഒരുപാട് ഗുഡീസ് ഉള്ളത്. നമുക്ക് റെസ്റ്റ് ഓഫ് ദ 6 മൈക്രോഫോൺ പ്രിയാംസ് ഇവിടെ കാണാം. ഇത് മൈക്ക് അല്ലെങ്കിൽ ലൈൻ ഇൻപുട്ട് വരുന്ന കോംബി ജാക്കാണ്. നമുക്കിതിൽ ഗിറ്റാർസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈൻ ഡിവൈസുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ TRS ബാലൻസ്ഡ് കേബിൾസ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മോണിറ്റർ ഔട്ട്പുട്ട്സ് ആണ്. ഇത് മെയിൻ മോണിറ്ററിൻ്റെ ഔട്ട്പുട്ട്സ് ആണ്. 1/4 ഇഞ്ച് ബാലൻസ്ഡ് ജാക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ്റർഫേസിലെ ഏറ്റവും ഹയർ ഡൈനാമിക് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ടാണിത്. നമുക്ക് മിക്സിംഗ് മാസ്റ്ററിംഗ് സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഈ ഔട്ട്പുട്ടിനുണ്ട്. 124 dB ഡൈനാമിക് റേഞ്ചാണ് ഈ മോണിറ്റർ ഔട്ട്പുട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റുള്ള കോമ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസിൽ നിന്നും വ്യത്യസ്തമായി ആൻറ്റലോപ്പ് വളരെ ഹൈ സ്പെസിഫിക്കേഷനാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രോ ലെവൽ DA കൺവെർട്ടറായിട്ട് തന്നെ നമുക്ക് ഈ ഡിവൈസിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിയാംബ് ഔട്ട്പുട്ട്സ് ആണ്. നമുക്ക് സ്റ്റുഡിയോയിൽ ഗിറ്റാറിസ്റ്റ് വന്ന് റെക്കോർഡ് ചെയ്ത ശേഷം ആ സിഗ്നൽ നമുക്ക് പിന്നെ ആംബിലേക്കോ ക്യാബിനറ്റിലേക്കോ സെൻഡ് ചെയ്യാനാണ് ഈ പോർട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഗിറ്റാറിൻ്റെ ഔട്ടാണ് ഈ പോർട്ട് മിമിക്കുന്നത്. ആൻറ്റലോപ്പിൻ്റെ റിയാംബ് ഔട്ട് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആണ്. ഈ ഔട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കിതൊരു സെക്കൻഡറി മോണിറ്ററായിട്ട് ഉപയോഗിക്കാം എന്നതാണ്. ആൻറ്റലോപ്പിൻ്റെ കൺട്രോൾ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഈ റിയാംബ് ഔട്ട്പുട്ട്സിനെ സെക്കൻഡറി പെയർ മോണിറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് മറ്റൊരു പെയർ മോണിറ്റർ ഉപയോഗിക്കാൻ ഈ റിയാംബ് ഔട്ട്പുട്ട്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് USB-യുടെ പോർട്ടാണ്. USB 2.0 ആണ് ഈ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 480 Mbps ആണ് മാക്സിമം ബാൻഡ് വിഡ്ത്ത് വരുന്നത്. കൂടാതെ നമുക്ക് ഹൈ സ്പീഡ് Thunderbolt 2 കണക്ടിവിറ്റിയും ഈ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലൈൻ ഔട്ട്പുട്ട്സ് ഓൺ DB25 ആണ്. നമുക്ക് 8 ബാലൻസ്ഡ് ലൈൻ ഔട്ട്പുട്ട്സ് ഈ DB25 പോർട്ട് വഴി എടുക്കാനായിട്ട്
സാധിക്കും. 121 dB ആണ് DB25 വഴിയുള്ള ലൈൻ ഔട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൈനാമിക് റേഞ്ച്. നമുക്ക് 500 സീരീസ് റാക്കിലേക്കോ സമ്മിങ് മിക്സേഴ്സിലേക്കോ അല്ലെങ്കിൽ അതർ ഔട്ട്പുട്ട് ഗിയേഴ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ പോർട്ട് യൂസ് ചെയ്യാം. DB25 to XLR or TRS സ്നേക്ക് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ സ്പീക്കേഴ്സിലേക്കോ ഹെഡ്ഫോൺ ആംപ്ലിഫയേഴ്സിലേക്കോ കണക്ട് ചെയ്യാം. സറൗണ്ട് സൗണ്ട് മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മോണിറ്റേഴ്സ് കണക്ട് ചെയ്യാനും ഈ പോർട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് 2 പെയർ ഓഫ് അഡാറ്റ് കണക്ഷൻസ് ആണ് വരുന്നത്. 16 ചാനൽസ് ഓഫ് അഡാറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഈ പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡാറ്റ് കണക്റ്റിവിറ്റിയുള്ള എക്സ്റ്റേണൽ മൈക്ക് പ്രിയാംസ് നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്യാം. ഡിജിറ്റൽ മിക്സേഴ്സ് നമുക്ക് ഈ ഇൻ്റർഫേസിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും അഡാറ്റ് പോർട്ട്സ് ഉപയോഗിക്കാം. നമുക്ക് ആൻറ്റലോപ്പിൻ്റെ ക്ലോക്ക് മറ്റൊരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യാനായിട്ടും ഈ അഡാറ്റ് പോർട്ട്സ് യൂസ്ഫുൾ ആണ്. 44.1 കിലോഹെർട്സിലും 48 കിലോഹെർട്സിലും 16 ചാനൽസ് ഓഫ് അഡാറ്റ് IO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹയർ സാമ്പിൾ റേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അഡാറ്റ് പോർട്ട്സിൻ്റെ എണ്ണം പകുതിയായിട്ട് കുറയുന്നതായിരിക്കും. നെക്സ്റ്റ് സ്പിഡിഫൈയോ ആണുള്ളത്. RCA കണക്ടേഴ്സാണ് ഇതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ചാനൽ ഡിജിറ്റൽ IO നമുക്ക് 75 ohm കോയാക്സിയൽ കേബിൾ വഴി സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഒരു ഫുഡ് സ്വിച്ച് പോർട്ടാണ് വരുന്നത്. ആൻറ്റലോപ്പിൻ്റെ മറ്റ് ഇൻ്റർഫേസുകളിൽ ഈ പോർട്ട് കണ്ടിട്ടില്ല. നോർമലി അവൈലബിൾ ആവുന്ന ഫുഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ടോക്ക് ബാക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് വേർഡ് ക്ലോക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. ഒരു വേർഡ് ക്ലോക്ക് ഇൻപുട്ടും 3 സെറ്റ് വേർഡ് ക്ലോക്ക് ഔട്ട്പുട്ടുമാണ് ഡിസ്ക്രീറ്റ് 8 പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ആൻറ്റലോപ്പ് ഡിസ്ക്രീറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ആൻറ്റലോപ്പിൻ്റെ ക്ലോക്കിംഗ് സിഗ്നൽ സെൻഡ് ചെയ്യാനായിട്ടും, അതുപോലെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ക്ലോക്കിംഗ് ഹാർഡ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോക്ക് ആൻറ്റലോപ്പിൻ്റെ ഡിസ്ക്രീറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടും ഈ പോർട്ടുകൾ യൂസ് ചെയ്യാം. ആൻറ്റലോപ്പ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോക്കിംഗ് ഹാർഡ്വെയർ ആണ്. 32 kHz മുതൽ 192 kHz വരെയുള്ള സാമ്പിൾ റേറ്റ് ഈ ഇൻ്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പവർ അഡാപ്റ്റർ കൊടുക്കാനുള്ള സോക്കറ്റാണ്. ഒരു ലോക്കിംഗ് മെക്കാനിസവും ഇതിൽ വരുന്നുണ്ട്. സോ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു ഓഡിയോ ഇൻ്റർഫേസ് തന്നെയാണ് ആൻറ്റലോപ്പിൻ്റെ ഡിസ്ക്രീറ്റ് 8. 24 ബിറ്റിൽ 192 kHz വരെ സാമ്പിൾ റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈ ക്വാളിറ്റി മോണിറ്റർ ഔട്ട്പുട്ട്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൽ ഇൻറ്റേർണലായിട്ട് ഒരു FPGA പ്രോസസ്സിംഗ് വരുന്നുണ്ട്. അനലോഗ് മോഡലിൻ്റെ പ്ലഗിൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻറ്റലോപ്പ് ഒരുപാട് എഫക്ട്സ് കളക്ഷൻ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മൈക്ക് എമുലേഷനും പ്രിയാംപ് എമുലേഷനും പോലെ തന്നെ നമുക്ക് വിൻറ്റേജ് എഫക്ട്സിൻ്റെ ഒരു കളക്ഷനും ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. 1073 EQ, 1084 EQ, ഫുൾടെക് EQs, ഗ്രൂവ് ഹിൽ ഓഡിയോയുടെ ലിവർപൂൾ കംപ്രസർ, ഡിസ്ട്രസർ കംപ്രസർ തുടങ്ങിയ ഒരുപാട് വിൻറ്റേജ് എഫക്ട്സ് നമുക്ക് ഈ ഇൻ്റർഫേസിലൂടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് റെക്കോർഡിംഗ് സമയത്തും അതുപോലെ തന്നെ മിക്സിംഗ് സമയത്തും എല്ലാം ആൻറ്റലോപ്പിൻ്റെ എഫക്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റൂട്ടിംഗ് മാട്രിക്സ് ആണ് ആൻറ്റലോപ്പ് ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആൻറ്റലോപ്പിൻ്റെ ഹയർ എൻഡ് ഇൻ്റർഫേസിലുള്ള പോലെ തന്നെ കോംപ്ലക്സിറ്റി ഒന്നും ഇതിൻ്റെ കൺട്രോൾ പാനലില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെക്കോർഡിംഗ് മിക്സിംഗ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞാൽ USB-യും തണ്ടർബോൾട്ടും ഒരുമിക്കുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. സോ വിൻഡോസ് ആൻഡ് മാക് കമ്പാറ്റിബിലിറ്റി വളരെ പെർഫെക്റ്റ് ആണ്. വിൻഡോസിലും മാക്കിലും ഒരേപോലെ തണ്ടർബോൾട്ടിലും USB-യിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വിൻഡോസ് 10 ആണ് ആൻറ്റലോപ്പ് ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. മാക് OSൻ്റെ ഹൈസേറ മുതൽ കാറ്റ്ലീന വരെയുള്ള എല്ലാ വേർഷനിലും ഈ ഇൻ്റർഫേസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഡിസ്ക്രീറ്റിൻ്റെ സിനർജി കോർ എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ജനറേഷൻ ഡിസ്ക്രീറ്റിന് ഓഫർ പ്രൈസ് ഉണ്ട്. അറൗണ്ട് 1 lakh rupees ആണ് ഈ ഇൻ്റർഫേസിന് പ്രൈസ് വരുന്നത്. ഡിസ്ക്രീറ്റ് 8ൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും കൺട്രോൾ പാനൽ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനിയും വരും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.